എസ് അച്യുതാനന്ദൻ്റെ മൃതദേഹം രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിക്കും. അല്പസമയത്തിനകം തിരുവനന്തപുരം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. എത്രയോ ദശാബ്ദങ്ങൾ തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലിരുന്ന് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച ധീര നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്നത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒട്ടും വിരസമായിരുന്നില്ല. സജീവമായ ഇടപെടൽ VS അച്യുതാനന്ദൻ അദ്ദേഹം പല വിഷയങ്ങളിലും നടത്തിയിരുന്നു. ഇനി ഈ കേരളം, VS ഇല്ലാത്ത കേരളം ഇത്തരം വിഷയങ്ങളിലൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ്. കാരണം ഏത് വിഷയങ്ങളിലും, ജനകീയ വിഷയങ്ങളിൽ, അത്തരം വിഷയങ്ങളിലൊക്കെ VS അച്യുതാനന്ദൻ്റെ ഇടപെടൽ അത് പരിശോധിക്കാം എന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീടൊരു വൻ ചലനമായി മാറുന്നത് കേരളം എത്രയോ തവണ കണ്ടതാണ്. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ഒരുപക്ഷെ ഒരു 5 വർഷത്തിലേറെയായി അദ്ദേഹം കിടപ്പായിരുന്നു. പക്ഷേ അദ്ദേഹം പല ചലനങ്ങളും അറിയുന്നുണ്ടായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ ചലനങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം പല CPIMനെ സംബന്ധിച്ച് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴൊക്കെ പാർട്ടിയിൽ പിന്നീട് അതിനുശേഷം CPIMലും ഒക്കെ സംഘടനാപരമായ പല വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം അതിലെ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്ന കാര്യമല്ല, പക്ഷെ തൻ്റെ നിലപാട് അദ്ദേഹം സധൈര്യം ഈ പാർട്ടി വേദികളിൽ അവതരിപ്പിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ പാർട്ടി കൈയൊഴിഞ്ഞപ്പോഴും അദ്ദേഹം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ സംഘടനാ രീതി അനുസരിച്ച്, CPIMൻ്റെ രീതി അനുസരിച്ച് അദ്ദേഹം അതിന് പലപ്പോഴും വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും താൻ ഉയർത്തിപ്പിടിച്ച ആ വിഷയങ്ങൾ അത് തൻ്റെ നിലപാടാണ് ശരി എന്ന് കാലം തെളിയിക്കും എന്ന് ഉറച്ച നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ കേരള മനസ്സാക്ഷിയുടെ ശബ്ദമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അദ്ദേഹം എടുത്തിട്ടുള്ള പല വിഷയങ്ങളിലും പലപ്പോഴും എടുത്തിട്ടുള്ള ചില നിലപാടുകൾ അതൊക്കെ CPIMൽ തന്നെ വലിയ തർക്കത്തിനും രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയ്ക്കുമൊക്കെ വഴിയൊരുക്കിയിട്ടുള്ളതാണ്. അത് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കം ചെയ്യുന്ന നിലയിലേക്ക് പോലും അച്ചടക്ക നടപടികൾ അത് പലതവണ VSനെ സംബന്ധിച്ച് CPIMലെ സംഘടനാ നടപടികൾ അദ്ദേഹം നേരിട്ടിട്ടുള്ളത് പുതിയ കാര്യമൊന്നുമായിരുന്നില്ല. അത് നേരത്തെ 1960കളിൽ അദ്ദേഹം 64 ഇന്ത്യ ചൈന യുദ്ധകാലത്ത് ഇന്ത്യൻ സൈനികർക്ക് രക്തം ശേഖരിക്കുന്നതിന് വേണ്ടി നടത്തിയ നടപടി, അങ്ങനെ അതിനെ തുടർന്ന് CPIM എടുത്തിട്ടുള്ള സംഘടനാ നടപടി, പലപ്പോഴും അദ്ദേഹം CPIMൻ്റെ എല്ലാ സംഘടനാ നടപടികൾക്കും വിധേയനായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം ജീവിതാന്ത്യം വരെ താൻ ഉയർത്തിപ്പിടിച്ച പ്രത്യയശാസ്ത്രത്തിൽ, CPIMൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ആ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടി പോരാട്ടം നടത്തിക്കൊണ്ടാണ് ആ രാഷ്ട്രീയ ഇതിഹാസം, കേരളത്തിൻ്റെ വിപ്ലവ സൂര്യൻ വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഇപ്പോഴും അത് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും, മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കാനുള്ള ദൗത്യ സംഘത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, പൂച്ച കറുത്തതോ വെളുത്തതോ ആകട്ടെ അത് എലിയെ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, എൻ്റെ നോട്ടത്തിൽ ഒന്നാം തരമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് CPIMൽ പോലും എതിർപ്പുയർന്ന കാലത്ത്, അവിടെ CPIMൻ്റെ ഇടുക്കി ജില്ലാ ഘടകവും അവിടുത്തെ നേതാക്കളുമൊക്കെ എതിർപ്പുയർത്തിയിരുന്ന കാലത്തും അദ്ദേഹം ശക്തമായി ആ നിലപാട് സ്വീകരിച്ചിരുന്നതാണ്. അങ്ങനെ അടിമുടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന CPIMനെ സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള നേതാവാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടി ഒരു ചരിത്രമാണ് കേരളത്തിൽ അസ്തമിക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അനുജ.